ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഇന്റർനെറ്റ് ബിസിനസിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് സഞ്ജീവ് ബിഖ്ചന്ദാനി എന്നാണ്. ഒരുപക്ഷെ ഈ പേര് നിങ്ങൾക്ക് അത്ര പരിചിതമായിരിക്കില്ല. എന്നാൽ Naukri.com എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജോലി അന്വേഷിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഒരിക്കലെങ്കിലും ഈ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ടാകും. വെറും ഒരു വെബ്സൈറ്റ് എന്നതിലുപരി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണത്. പലരും കരുതുന്നത് സഞ്ജീവ് ബിഖ്ചന്ദാനി ഒറ്റ രാത്രി കൊണ്ട് വിജയിച്ച ഒരാളാണെന്നാണ്. എന്നാൽ അത് സത്യമല്ല. അദ്ദേഹത്തിന്റെ ജീവിതം നിറയെ പരാജയങ്ങളായിരുന്നു. വർഷങ്ങളോളം ശമ്പളമില്ലാതെ അദ്ദേഹം കഷ്ടപ്പെട്ടു. കൂടെയുള്ളവർ കളിയാക്കിയപ്പോഴും അദ്ദേഹം തളർന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനത്തിന്റെ വലിയൊരു കഥയുണ്ട്. ആ കഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സഞ്ജീവ് ബിഖ്ചന്ദാനി ജനിച്ചത് ഡൽഹിയിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ്. അച്ഛൻ ഒരു ഗവൺമെന്റ് ഡോക്ടറായിരുന്നു, അമ്മ ഒരു വീട്ടമ്മയും. പഠനത്തിൽ മിടുക്കനായിരുന്നു സഞ്ജീവ്. സെയിന്റ് കൊളംബസ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. ഷാറുഖ് ഖാൻ പഠിച്ച അതേ സ്കൂൾ. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ പോലെ ഡോക്ടറാകാൻ വീട്ടുകാർ നിർബന്ധിച്ചു. എന്നാൽ സഞ്ജീവിന് കളർ ബ്ലൈൻഡ്നെസ് അഥവാ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു. അതിനാൽ ഡോക്ടർ ആകാനുള്ള മോഹം അദ്ദേഹം ഉപേക്ഷിച്ചു. പിന്നീട് അദ്ദേഹം ഡൽഹിയിലെ പ്രശസ്തമായ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ എക്കണോമിക്സ് പഠിക്കാൻ ചേർന്നു. അവിടെ വെച്ചാണ് ബിസിനസ് ലോകത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ പഠിച്ചത്. ഡിഗ്രിക്ക് ശേഷം അഹമ്മദാബാദിലെ IIM ചേർന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് കോളേജാണിത്. അവിടെ നിന്നാണ് അദ്ദേഹം MBA പാസ്സായത്. MBA കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ജോലി ലഭിച്ചു. ലിൻഡാസ് എന്ന പരസ്യ കമ്പനിയിലായിരുന്നു ആദ്യ ജോലി. അവിടെ അദ്ദേഹം 3 വർഷം ജോലി ചെയ്തു. പിന്നീട് HMM എന്ന കമ്പനിയിൽ ചേർന്നു. ഇന്ന് നമ്മൾ അതിനെ ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ എന്ന് വിളിക്കുന്നു. അവിടെ ഹോർലിക്സ് എന്ന ബ്രാൻഡിന്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. നല്ല ശമ്പളം, നല്ല പദവി, ആർക്കും കൊതി തോന്നുന്ന ജീവിതം, ഡൽഹിയിലെ ആഡംബര പ്രദേശത്ത് ഓഫീസ്. പക്ഷേ സഞ്ജീവിന്റെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത അദ്ദേഹത്തെ ഉറങ്ങാൻ അനുവദിച്ചില്ല. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് സ്വന്തമായി ഒരു മുതലാളിയാകണമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം ഓഫീസിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. തന്റെ സഹപ്രവർത്തകർ ഉച്ച സമയത്ത് ബിസിനസ് ഇന്ത്യ എന്ന മാഗസിൻ തുറന്നു നോക്കുന്നു. അവർ അതിലെ വാർത്തകളല്ല വായിക്കുന്നത്. അതിലെ പിന്നിലെ പേജുകളിൽ വരുന്ന അപ്പോയിന്റ്മെന്റ് ആഡ്സ് അഥവാ ജോലിയുടെ പരസ്യങ്ങളാണ് അവർ നോക്കുന്നത്. എല്ലാവരും പുതിയ ജോലി ആഗ്രഹിക്കുന്നുണ്ടെന്ന് സഞ്ജീവിന് മനസ്സിലായി. ഹെഡ് ഹണ്ടേഴ്സ് അഥവാ റിക്രൂട്ടിംഗ് ഏജന്റുമാർ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് അദ്ദേഹം കണ്ടു. നല്ല ജോലിക്കാർക്ക് വേണ്ടി കമ്പനികൾ മത്സരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഇവിടെ വലിയൊരു അവസരമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ അന്ന് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല. അതിനാൽ ആ ചിന്ത അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു. 1990-ൽ അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. തന്റെ നല്ല ശമ്പളമുള്ള ജോലി അദ്ദേഹം രാജിവെച്ചു. അന്ന് അദ്ദേഹത്തിന് വെറും 27 വയസ്സ് മാത്രമാണ് പ്രായം. കയ്യിൽ വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചു, നീ എന്തിനാണ് ഈ നല്ല ജോലി കളയുന്നത്? നിനക്ക് ഭ്രാന്താണ് എന്ന് ചിലർ പറഞ്ഞു. പക്ഷേ സഞ്ജീവ് തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുർബി അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി. അവർക്കും ജോലി ഉണ്ടായിരുന്നു. അത് സഞ്ജീവിന് വലിയ ആശ്വാസമായി. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇൻഫോ എഡ്ജ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. പക്ഷെ ഇന്നത്തെ പോലെ വലിയൊരു ഓഫീസ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള ചെറിയൊരു സെർവന്റ് ക്വാർട്ടർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ്. അച്ഛന് മാസം 800 രൂപ റെന്റ് കൊടുത്താണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. Naukri.com തുടങ്ങുന്നതിന് മുൻപ് 7 വർഷം അദ്ദേഹം പല ബിസിനസ്സുകളും ചെയ്തു നോക്കി. സഞ്ജീവ് തന്നെ ഈ കാലഘട്ടത്തെ ഡ്രിഫ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുക. ആദ്യം അദ്ദേഹം സാലറി സർവേ നടത്തി. വിവിധ കമ്പനികളിലെ ശമ്പളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വിറ്റു. പിന്നെ ഇൻമാർക്ക് എന്ന പേരിൽ ട്രേഡ് മാർക്ക് സേവനം തുടങ്ങി. കമ്പനികൾക്ക് അവരുടെ ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതൊന്നും വലിയ വിജയം കണ്ടില്ല. വരുമാനം വളരെ കുറവായിരുന്നു. പല മാസങ്ങളിലും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സഞ്ജീവ് കഷ്ടപ്പെട്ടു. സ്വന്തം ശമ്പളം അദ്ദേഹം എടുത്തില്ല. ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് വീട് നടന്നിരുന്നത്. ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. ഈ 7 വർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടമായിരുന്നു. എന്നാൽ അദ്ദേഹം തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് വിജയിക്കണമെന്ന വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പത്രങ്ങളിൽ കരിയർ പേജുകൾ എഡിറ്റ് ചെയ്തു. കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അങ്ങനെ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അദ്ദേഹം കമ്പനി മുന്നോട്ട് കൊണ്ടുപോയി. 1996 ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിഞ്ഞത്. ഡൽഹിയിലെ പ്രഗതി മൈതാനത്തിൽ നടന്ന ഒരു IT ഏഷ്യ എക്സ്പോ അദ്ദേഹം സന്ദർശിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ഇന്റർനെറ്റ് കാണുന്നത്. ഒരു സ്റ്റാളിൽ WWW എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. വേൾഡ് വൈഡ് വെബ് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് അവിടെയുള്ളവർ പറഞ്ഞു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിന് ഇന്റർനെറ്റ് പ്രവർത്തിച്ചു കാണിച്ചു.
യാഹു എന്ന സെർച്ച് എഞ്ചിൻ തുറന്നു. ഇതിൽ എന്തു വേണമെങ്കിലും തിരയാമെന്ന് അയാൾ പറഞ്ഞു. സഞ്ജീവ് അതിൽ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് വിവരങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു. സഞ്ജീവ് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ഇതാണ് ഭാവി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. തന്റെ പഴയ ഐഡിയ അദ്ദേഹം ഓർത്തെടുത്തു. ജോലികളെല്ലാം ഒരിടത്ത് കിട്ടുന്ന ഒരു സ്ഥലം, പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങളെല്ലാം കൂട്ടിയിണക്കി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാലോ? അദ്ദേഹം ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ഇന്ത്യയിൽ അന്ന് ഇന്റർനെറ്റ് അത്ര പ്രചാരത്തിലായിട്ടില്ല. ഇമെയിൽ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. മൊബൈൽ ഫോൺ പോലും വന്നിട്ടില്ല. പക്ഷേ സഞ്ജീവ് കാത്തിരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ 1997 മാർച്ചിൽ Naukri.com എന്ന വെബ്സൈറ്റ് അദ്ദേഹം തുടങ്ങി. പേര് കേട്ടാൽ തന്നെ കാര്യം മനസ്സിലാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ജോലി എന്ന അർത്ഥം വരുന്ന ഹിന്ദി വാക്കാണ് നൗക്കറി. ഇംഗ്ലീഷ് പേരിനേക്കാൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുക ഇതാണെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ സെർവറുകൾ ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലുള്ള തന്റെ സഹോദരൻ സുശീലിനെ അദ്ദേഹം വിളിച്ചു. സഹോദരൻ സഞ്ജീവിന് വേണ്ടി ഒരു സെർവർ വാടകയ്ക്കെടുത്തു. മാസം $25 ആയിരുന്നു അതിന്റെ വാടക. അതിന് കൊടുക്കാൻ പോലും സഞ്ജീവിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. സഹോദരൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി. സഞ്ജീവും സുഹൃത്തുക്കളും ചേർന്ന് 29 പത്രങ്ങളിൽ വരുന്ന ജോലിയുടെ പരസ്യങ്ങൾ ശേഖരിച്ചു. ഏകദേശം 1000 പരസ്യങ്ങൾ അവർ ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിലിട്ടു. ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായി ജോലി തിരയാം, കമ്പനികളിൽ നിന്ന് പണം വാങ്ങാം എന്നതായിരുന്നു പ്ലാൻ. ആദ്യത്തെ മാസം തന്നെ വരുമാനം കിട്ടിത്തുടങ്ങി. 2500 രൂപയായിരുന്നു ആദ്യത്തെ വരുമാനം. അത് അദ്ദേഹത്തിന് വലിയ കോൺഫിഡൻസ് നൽകി. പതിയെ പതിയെ ആളുകൾ Naukri.com-നെ കുറിച്ച് അറിഞ്ഞു തുടങ്ങി. കമ്പനികൾക്ക് കത്തുകൾ അയച്ച് അദ്ദേഹം പരസ്യം പിടിച്ചു. 1999 ആയപ്പോഴേക്കും ഇന്റർനെറ്റ് ലോകം വലിയ വളർച്ച നേടി. വിദേശത്തുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വന്നു. സഞ്ജീവിന്റെ കമ്പനിയിലും അവർ പണം മുടക്കി. ICICI വെഞ്ചേഴ്സ് $1.7 മില്യൺ നൽകി. അതൊരു വലിയ തുകയായിരുന്നു. പക്ഷേ 2000 ആണ്ടിൽ ലോകമെമ്പാടും ഇന്റർനെറ്റ് കമ്പനികൾക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായി. ഇതിനെ .com ബബിൾ ബസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇന്റർനെറ്റ് കമ്പനികളുടെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞു. പല വമ്പൻ കമ്പനികളും പൂട്ടിപ്പോയി. നിക്ഷേപകർക്ക് ഭയമായി. ആരും ഇന്റർനെറ്റ് കമ്പനികളിൽ പണം മുടക്കാൻ തയ്യാറായില്ല. ഇന്ത്യയിലും ഇതിന്റെ പ്രകമ്പനമുണ്ടായി. സഞ്ജീവിന്റെ എതിരാളികളായ ജോബ് സ്ട്രീറ്റ് പോലുള്ള വെബ്സൈറ്റുകൾ വലിയ പരസ്യങ്ങൾ നൽകി പണം ചിലവാക്കി. അവർ കോടികൾ മുടക്കി ടിവിയിൽ പരസ്യം ചെയ്തു. പക്ഷെ സഞ്ജീവ് മാത്രം പിടിച്ചു നിന്നു. എന്തായിരുന്നു അതിന്റെ രഹസ്യം? സഞ്ജീവ് ഒരിക്കലും അനാവശ്യമായി പണം ചിലവാക്കിയില്ല. വമ്പം പരസ്യങ്ങൾ നൽകി പണം കത്തിച്ചു കളഞ്ഞില്ല. ഫ്രുഗാലിറ്റി അഥവാ മിതവ്യയം അദ്ദേഹം ശീലമാക്കി. കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങി ജീവിച്ചു. ലാഭം അഥവാ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അല്ലാതെ വെറുതെ പേരുണ്ടാക്കുക എന്നതായിരുന്നില്ല. ഈ അച്ചടക്കം അദ്ദേഹത്തെ രക്ഷിച്ചു. മറ്റുള്ളവർ പണമില്ലാതായപ്പോൾ പൂട്ടിപ്പോയി. സഞ്ജീവ് ലാഭത്തിലായതുകൊണ്ട് ബാക്കിയായി. അദ്ദേഹം പണം സൂക്ഷിച്ച് ചിലവാക്കി. ചെറിയ ഓഫീസ്, കുറച്ച് ജീവനക്കാർ. അങ്ങനെ അദ്ദേഹം ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ചു. 2002 ശേഷം ഇന്റർനെറ്റ് വീണ്ടും തിരിച്ചു വന്നു. ആളുകൾ കൂടുതലായി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. സൈബർ കഫേകൾ എല്ലായിടത്തും വന്നു. അതോടെ Naukri.com-ന്റെ വളർച്ച വേഗത്തിലായി. ഉദ്യോഗാർത്ഥികൾക്ക് ബയോഡാറ്റ അപ്ലോഡ് ചെയ്യാൻ സൗകര്യം വന്നു. കമ്പനികൾക്ക് നേരിട്ട് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞു. റിക്രൂട്ട്മെന്റ് രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ Naukri.com-ന് കഴിഞ്ഞു. പത്രപരസ്യങ്ങളെക്കാൾ ചിലവ് കുറവും വേഗത കൂടുതലുമായതുകൊണ്ട് കമ്പനികൾ Naukri.com-നെ ഇഷ്ടപ്പെട്ടു. 2004 ആയപ്പോഴേക്കും കമ്പനി വലിയ ലാഭത്തിലായി. 45 കോടി രൂപയായിരുന്നു അന്നത്തെ വരുമാനം. 2006 സഞ്ജീവ് മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചു. തന്റെ കമ്പനിയായ ഇൻഫോ എഡ്ജിനെ ഓഹരി വിപണിയിൽ എത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്റർനെറ്റ് കമ്പനി IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തുന്നത്. പലരും സംശയിച്ചു. ഒരു വെബ്സൈറ്റിന് ഓഹരി വിപണിയിൽ വിജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. ഇതൊരു ബബിൾ ആണ് എന്ന് ചിലർ പറഞ്ഞു. പക്ഷേ സഞ്ജീവിന് ഉറപ്പുണ്ടായിരുന്നു. IPO വലിയ വിജയമായി. കമ്പനിയുടെ ഓഹരി വില കുതിച്ചു കയറി. സഞ്ജീവ് ബിഖ്ചന്ദാനി വലിയൊരു സമ്പന്നനായി മാറി. അദ്ദേഹത്തിന്റെ 16 വർഷത്തെ കഷ്ടപ്പാടുകൾക്ക് ഫലം കണ്ടു. Naukri.com വിജയിച്ചതോടെ സഞ്ജീവ് അവിടെ നിന്നില്ല. അദ്ദേഹം ഒരു ഇൻവെസ്റ്റർ അഥവാ നിക്ഷേപകനായി മാറി. തന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് പുതിയ സ്റ്റാർട്ടപ്സിനെ സഹായിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് സൊമാറ്റോ. ദീപീന്ദർ ഗോയൽ എന്ന യുവാവ് ഭക്ഷണത്തിന്റെ മെനു കാർഡുകൾ സ്കാൻ ചെയ്ത് വെബ്സൈറ്റിൽ ഇടുന്നത് സഞ്ജീവ് കണ്ടു. ഫുഡിബേ എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. സഞ്ജീവ് അത് ഉപയോഗിച്ചു നോക്കി. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. ഉടനെ അദ്ദേഹം ദീപീന്ദറെ വിളിച്ചു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. $1 മില്യൺ അദ്ദേഹം സൊമാറ്റോയിൽ നിക്ഷേപിച്ചു. അന്ന് അതൊരു ചെറിയ കമ്പനിയായിരുന്നു. ഇന്ന് സൊമാറ്റോ എത്ര വലുതാണെന്ന് നമുക്കറിയാം. സഞ്ജീവിന്റെ ആ തീരുമാനം വലിയൊരു വിജയമായി മാറി. അതുപോലെ പോളിസി ബസാർ എന്ന കമ്പനിയിലും അദ്ദേഹം പണം മുടക്കി. ഇൻഷുറൻസ് രംഗത്ത് മാറ്റം കൊണ്ടുവന്ന കമ്പനിയാണത്. 99acres.com, ജീവൻസാത്തി.com, ശിക്ഷ.com തുടങ്ങിയ വെബ്സൈറ്റുകളും അദ്ദേഹം സ്വന്തമായി തുടങ്ങി. റിയൽ എസ്റ്റേറ്റ്, മാട്രിമോണി, എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു. ഇത്രയൊക്കെ വിജയിച്ചിട്ടും സഞ്ജീവ് ഇന്നും വളരെ ലളിതമായാണ് ജീവിക്കുന്നത്. അഹങ്കാരം ഒട്ടുമില്ല.
വിജയത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹം തന്റെ ടീമിന് നൽകുന്നു. ഞാനൊരു സാധാരണക്കാരനാണ്, ഭാഗ്യം കൊണ്ട് വിജയിച്ചു എന്ന് അദ്ദേഹം എപ്പോഴും പറയും. ഇന്നും അദ്ദേഹം സാധാരണ കാറിലാണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വിജയത്തിന് പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. ഒന്ന്, ഉപഭോക്താവിനെ മനസ്സിലാക്കുക. ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി. ജോലി കിട്ടുക എന്നതായിരുന്നു യുവാക്കളുടെ ഏറ്റവും വലിയ ആവശ്യം. അതിന് അദ്ദേഹം ലളിതമായ പരിഹാരം നൽകി. 2, പണം സൂക്ഷിച്ചു ചിലവാക്കുക. തുടക്കകാലത്ത് പണമില്ലാതിരുന്നപ്പോൾ അദ്ദേഹം ശീലിച്ച മിതവ്യയം ഇന്നും അദ്ദേഹം തുടരുന്നു. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് ഒരു ബിസിനസിന്റെ വിജയത്തിന് പ്രധാനമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. ക്യാഷ് ഈസ് കിങ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. 3, തോൽക്കാൻ മനസ്സിലാത്ത മനസ്സ്. 7 വർഷം പരാജയപ്പെട്ടിട്ടും അദ്ദേഹം പിന്മാറിയില്ല. ആ ഒരൊറ്റ തീരുമാനമാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. മറ്റുള്ളവർ കളിയാക്കിയപ്പോൾ അദ്ദേഹം അത് കാര്യമാക്കിയില്ല. 4, സത്യസന്ധത. ബിസിനസ്സിൽ കുറുക്കു വഴികളില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ബിസിനസ് ചെയ്യാവൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുന്നു. കോർപ്പറേറ്റ് ഗവേണൻസിൽ അദ്ദേഹം വലിയ ശ്രദ്ധ നൽകുന്നു. സഞ്ജു ബിഖ്ചന്ദാനിയുടെ ജീവിതം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നു. സ്വപ്നം കാണാൻ ഭയപ്പെടരുത്. ഒരു ചെറിയ സെർവന്റ് ക്വാർട്ടറിൽ നിന്ന് തുടങ്ങി ആയിരക്കണക്കിന് കോടിയുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ നമുക്കും കഴിയും. കയ്യിൽ പണമില്ല എന്നത് ഒരു തടസ്സമല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. തുടക്കത്തിലെ പരാജയങ്ങളിൽ തളരരുത്. സഞ്ജീവ് 7 വർഷം കഷ്ടപ്പെട്ടു. ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. എന്നിട്ടും അദ്ദേഹം മുന്നോട്ട് പോയി. ക്ഷമയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ വിജയം നമ്മെ തേടിയെത്തും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. ഇന്റർനെറ്റ് വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ സഞ്ജീവ് തയ്യാറായി. മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നവർക്കേ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയൂ. ഇന്ന് ആയിരക്കണക്കിന് യുവാക്കൾ സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നു. അവർക്കെല്ലാം ഒരു വഴികാട്ടിയാണ് സഞ്ജീവ് ബിഖ്ചന്ദാനി. ഇന്ത്യയിൽ നിന്ന് ആഗോള നിലവാരമുള്ള കമ്പനികൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. 2020 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. അതൊരു വലിയ അംഗീകാരമായിരുന്നു. സഞ്ജീവ് ബിഖ്ചന്ദാനിയുടെ കഥ വെറും ഒരു ബിസിനസ് കഥയല്ല, അത് ആത്മവിശ്വാസത്തിന്റെ കഥയാണ്. പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം എന്നതിന്റെ ഉദാഹരണമാണ്. നോക്രി എന്ന ഒറ്റ വാക്കിലൂടെ ഇന്ത്യക്കാരുടെ ജീവിതം അദ്ദേഹം മാറ്റിമറിച്ചു. നമ്മുടെ നാട്ടിലും ഒരുപാട് സഞ്ജീവ് ബിഖ്ചന്ദാനിമാർ ഉണ്ട്. അവർക്ക് വേണ്ടത് അവസരങ്ങളും പ്രോത്സാഹനവുമാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഒരു സംരംഭകൻ ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ ഉണർത്താൻ ഈ കഥ സഹായിക്കട്ടെ. വിജയം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല എന്ന് സഞ്ജീവ് നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് സമയമെടുക്കും, വിയർപ്പൊഴുക്കേണ്ടി വരും, ചിലപ്പോൾ കണ്ണീരും. പക്ഷേ ഒടുവിൽ കിട്ടുന്ന വിജയം മധുരമുള്ളതായിരിക്കും. സഞ്ജീവ് ബിഖ്ചന്ദാനി എന്ന വലിയ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വലിയ സ്വപ്നങ്ങൾ കാണാം. അതിനായി പ്രയത്നിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.